2026. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ മറ്റൊരു വിഷുക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. പ്രകൃതി കണിക്കൊന്ന പൂക്കളാൽ മഞ്ഞയണിഞ്ഞും കണിവെള്ളരിയുടെ ഐശ്വര്യത്താലും ധന്യമാകുന്ന ഈ പുണ്യവേളയിൽ വരാനിരിക്കുന്ന ഒരു വർഷം ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് പരിശോധിക്കാം. ജ്യോതിഷപരമായി നോക്കിയാൽ സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന ഈ വേള മേടസംക്രമം എന്നാണ് അറിയപ്പെടുന്നത്. ഉച്ചസ്ഥനായ സൂര്യന്റെ കരുത്ത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയമാണിത്. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. രാവും പകലും തുല്യമായി വരുന്ന ഈ ദിവസം സമഭാവനയുടെയും പുതിയ തുടക്കങ്ങളുടെയും സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. വിഷുക്കണി കാണുന്നതിലൂടെ ആ വർഷം മുഴുവൻ ഐശ്വര്യം നിലനിൽക്കുമെന്നും വിഷു കൈനീട്ടത്തിലൂടെ സമ്പത്ത് വർദ്ധിക്കുമെന്നും നാം വിശ്വസിക്കുന്നു. എന്നാൽ 2026 ഈ വിഷു സംക്രമം ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളാണ് കരുതി വച്ചിരിക്കുന്നത്. പ്രധാനമായും മേടക്കൂർ, ചിങ്ങക്കൂർ, ധനുക്കൂർ, കുംഭക്കൂർ എന്നീ രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഈ വിഷുവിന് ശേഷം വലിയ രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവപ്പെടുക. നമുക്ക് ഓരോ നക്ഷത്രക്കാരെയും കുറിച്ച് വിശദമായി നോക്കാം. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം വരുന്ന മേടക്കൂർ നക്ഷത്രക്കാർക്ക് ഈ വർഷം കർമ്മരംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാകും. സൂര്യൻ സ്വന്തം രാശിയിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും മുടങ്ങിക്കിടന്ന സർക്കാർ കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാകുകയും ചെയ്യും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വിഷുവിന് ശേഷം അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും. മകം, പൂരം, ഉത്രം കാൽഭാഗം വരുന്ന ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് അധികാര പദവികൾ തേടി വരുന്ന സമയമാണിത്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതി വർദ്ധിക്കും. ദീർഘകാലമായി പ്ലാൻ ചെയ്തിരുന്ന വീട് പണി പൂർത്തിയാക്കാനോ പുതിയ വാഹനം സ്വന്തമാക്കാനോ ഈ വർഷം സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ കേൾക്കാനും ഈ വിഷുഫലം വഴിയൊരുക്കുന്നു. ആരോഗ്യകാര്യങ്ങളിൽ നിലനിന്നിരുന്ന ആശങ്കകൾ ഒഴിയും. മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം വരുന്ന ധനുക്കൂർ നക്ഷത്രക്കാർക്ക് ഇത് ശുക്രദശയ്ക്ക് തുല്യമായ ഫലങ്ങളാണ് നൽകുന്നത്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. പിതൃസ്വത്ത് ലഭിക്കാനോ കുടുംബസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനോ സാധ്യതയുണ്ട്. അവിവാഹിതർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ ഈ വർഷം സാധിക്കും. തൊഴിൽ രഹിതർക്ക് തൃപ്തികരമായ ജോലി ലഭിക്കാനും ബിസിനസ് വിപുലീകരിക്കാനും ഈ കാലയളവ് സഹായിക്കും. വലിയ നിക്ഷേപങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ്. അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം വരുന്ന കുംഭക്കൂർ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ മുന്നേറ്റമാണ് ഈ വിഷുഫലം പ്രവചിക്കുന്നത്. കടബാധ്യതകൾ തീർക്കാനും സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാനും സാധിക്കും. കർമ്മരംഗത്ത് ശത്രുദോഷങ്ങൾ മാറിപ്പോകുകയും മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടുകയും ചെയ്യും. വിദേശത്ത് താമസിക്കുന്നവർക്ക് നാട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോകാനോ ഉള്ള സാഹചര്യങ്ങൾ തെളിയും. വിട്ടുമാറാത്ത രോഗങ്ങൾ അലട്ടിയിരുന്നവർക്ക് ശമനം ലഭിക്കുന്ന കാലം കൂടിയാണിത്. ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് പുറമെ രോഹിണി, മകയിരം, പുണർദം നക്ഷത്രക്കാർക്കും സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ വർഷം വരുന്നത്. കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് നല്ല വിളവ് ലഭിക്കാനും കാർഷിക വരുമാനം വർദ്ധിക്കാനും ഈ വിഷു അനുഗ്രഹമാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ആഗ്രഹിച്ച വിഷയങ്ങളിൽ പ്രവേശനം ലഭിക്കാനും മത്സര പരീക്ഷകളിൽ വിജയിക്കാനും സാധിക്കും. വിഷുവിന്റെ മറ്റൊരു പ്രധാന ഗുണം മാനസികമായ ഉന്മേഷമാണ്. പ്രകൃതിയിൽ സംഭവിക്കുന്ന ഈ മാറ്റം നമ്മുടെ ചിന്താഗതിയിലും പോസിറ്റീവ് എനർജി നിറയ്ക്കും. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും പഴയ പിണക്കങ്ങൾ മറന്ന് ഒന്നിക്കാനും ഈ വിഷുക്കാലം നമുക്ക് അവസരം നൽകുന്നു. സാമൂഹികമായി നോക്കിയാൽ നാടിന്റെ ഐക്യവും സന്തോഷവും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് വിഷു ആഘോഷങ്ങൾ.
എന്നാൽ ഏതൊരു ഗുണഫലങ്ങൾക്കും അനുസൃതമായി നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ദോഷഫലങ്ങൾ അകറ്റാനും ദൈവാനുഗ്രഹം നിലനിർത്താനും ഈ വിഷുദിനത്തിൽ ചില ലളിതമായ വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ്. രാവിലെ കുളിച്ച് നിർമ്മലമായ മനസ്സോടെ കണി കാണുകയും സാധുക്കൾക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകുകയും ചെയ്യുന്നത് വലിയ പുണ്യമാണ്. ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് കത്തിക്കുന്നതും പുഷ്പാഞ്ജലി നടത്തുന്നതും ഗ്രഹദോഷങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. ഈ വരുന്ന കൊല്ലവർഷം 1201 എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷു കണി കണ്ട് ഐശ്വര്യപൂർണമായ ഒരു വർഷത്തിന് തുടക്കം കുറിക്കാൻ നിങ്ങൾക്കേവർക്കും സാധിക്കട്ടെ. നക്ഷത്രഫലങ്ങൾക്കനുസരിച്ച് ശ്രദ്ധയോടെ മുന്നോട്ടു പോയാൽ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് സാധിക്കും. വരാനിരിക്കുന്ന ഓരോ ദിവസവും നിങ്ങൾക്ക് ഭാഗ്യദായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.